സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകൾ. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ അപ്ഡേഷൻ നോക്കി പോവുകയാണ്. അത് മണത്തറിഞ്ഞ് നമ്മുടെ മൊബൈൽ കമ്പനികളും പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായതാണ് ആപ്പിൾ കമ്പനി. ആപ്പിൾ ഈ വർഷം പുറത്തിറക്കിയ 11 പ്രോ മാക്സ് ഏറ്റവും സവിശേഷതയാർന്ന ഒരു മൊബൈൽ ഫോണാണ്. ഈ ഫോണിന്റെ ഒരു പ്രവർത്തനമാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത്. ഐഫോൺ 11 മാക്സിന്റെ പ്രവർത്തനങ്ങൾ താഴെ നിന്നും മുകളിലോട്ടേക്ക് മാറുന്നിരിക്കുകയാണ്. ഓരോ വർഷവും ആപ്പിൾ പുറത്തിറക്കുന്ന മൊബൈലിന്റെ സവിശേഷതകൾ തേടിയാണ് ജനം ഓടുന്നത്. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും പുതിയ ആപ്പിൾ ഐഫോൺ 11 പ്രോ മാക്സ് എന്ന മൊബൈലിന്റെ ചെറിയ ഒരു റിവ്യൂ ആണ്. വളരെയേറെ പുതുമകളോടെയാണ് ഈ മൊബൈൽ മാർക്കറ്റിൽ എത്തിയതെന്ന് ആരെയും ആകർഷിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആപ്പിൾ 11 പ്രോ മാക്സ് എന്ന മൊബൈലാണ്. ഇത് ഒരു മൊബൈൽ എന്ന് മാത്രം പറയാൻ പറ്റാത്തതാണ്. കാരണം ഇത് തികച്ചും ക്യാമറ ബേസ്ഡ് സ്മാർട്ട് ഫോൺ ആണ്. ഒരു കാലത്ത് ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ മാത്രം ഒതുങ്ങി നിന്ന ക്യാമറ ട്രിക്കുകളിലെ ഏറെ വിവരങ്ങളും ഈ ക്യാമറയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നതാണ് ആദ്യത്തെ പ്രത്യേകത. അതിൽ 0.5 അൾട്രാ വൈഡ്, 1 വൈഡ്, 2x ടെലിഫോട്ടോ എന്നിങ്ങനെ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയാണ് ഫോണിലെ ക്യാമറയിലെ പ്രവർത്തനം. 6.5 ഇഞ്ച് വലുപ്പത്തിൽ OLED മൾട്ടി ടെക് ഡിസ്പ്ലേ ആയതിനാൽ വ്യക്തതയോടെയും കൃത്യതയോടെയുമുള്ള ചിത്രങ്ങൾ എടുക്കുവാൻ സാധിക്കും. ആപ്പിൾ 11 പ്രോ മാക്സ് മൊബൈലിൻ്റെ ക്യാമറ പരിശോധിക്കാം. ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നു. ഓൺ ആയതോടെ സ്ക്രീൻ തെളിഞ്ഞു. ഇവിടെ ഇടതുഭാഗത്തേക്ക് വീഡിയോ, സ്ലോ മോഷൻ, ടൈമർ എന്നിവയും വലതുവശത്തേക്ക് പോർട്രേറ്റ്, പനോരമ എന്നിങ്ങനെയും കാണാം. തുടക്കത്തിൽ 1x വലിപ്പത്തിലുള്ള സ്ക്രീൻ ആണ് കാണുന്നത്. ഇവിടെ 2x, 1.5 എന്നിങ്ങനെ കാണാം. 1 എന്നത് വൈഡ്, 0.5 എന്നത് അൾട്രാ വൈഡ്. ഇതാണ് 11x പ്രോയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ 0.5 തൊടുന്നു. വിശാലമായ സ്ക്രീൻ കാണാം. ഇത് അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയാണ്. തിരിച്ച് 1x വൈഡ്, 2x എന്നത് ടെലിഫോട്ടോയാണ്. 2xൽ തൊടുന്നതോടെ ചിത്രം അടുത്തേക്ക് വരുന്നു. ഇനി മറ്റൊരു പ്രത്യേകത. ഇതാ ഞാൻ ഇവിടെ 1 എന്നതിന് നേരെ തൊടുമ്പോൾ ഒരു വീൽ പുറത്തേക്ക് വരുന്നു. 2x മുതൽ 10x വരെയുള്ള മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുവാൻ എളുപ്പമാണ്. നമുക്ക് മെല്ലെ 10x വരെ പോയി നോക്കാം. 10xലേക്ക് തിരിക്കുമ്പോൾ ഇമേജ് കൂടുതൽ അടുത്തേക്ക് വരുന്നതായി കാണാം. വളരെ അടുത്തു നിന്നുള്ള മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കുവാൻ എളുപ്പമാണ്, അതും വ്യക്തമായി തന്നെ. ഇത് മാക്രോ ഫോട്ടോ എടുക്കുന്നവർക്ക് വളരെ ആവേശകരമായി തോന്നും. ഞാൻ ഇതിൽ ഒരു ഫോട്ടോ എടുക്കുന്നു. നല്ല ഭംഗിയുള്ള മാക്രോ ഫോട്ടോ. അവിടെ നിന്നും 2x, 1x എന്നിവ തൊടാം. 0.5ൽ എത്തുന്നതോടെ അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കുവാനാകും. അടുത്തത് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ്. 11 മാക്സ് പ്രോയുടെ ഏറ്റവും പ്രാധാന്യം പോർട്രേറ്റ് ഫോട്ടോയ്ക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും വേറിട്ടതാണ്. വളരെ മെച്ചപ്പെട്ട രീതിയിൽ പോർട്രേറ്റ് എടുക്കുവാനാകും. അത് നമുക്ക് കാണാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. ഞാൻ പോർട്രേറ്റ് അമർത്തുന്നു. ഇവിടെ വരി വരിയായി 6 മാർക്കുകൾ കാണാം. ഇവിടെ അമർത്തുന്നതോടെ ഒരു വീൽ പുറത്തേക്ക് വരും. ഈ വീൽ തിരിക്കുന്നതോടെ നാച്ചുറൽ ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ്, കൗണ്ടർ ലൈറ്റ്, സ്റ്റേജ് ലൈറ്റ്, സ്റ്റേജ് ലൈറ്റ് മോണോ, ഹൈ കീ ലൈറ്റ് മോണോ എന്നിങ്ങനെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയെ 6 ഇനമായി തിരിച്ചിരിക്കുന്നു. ഇത് 11 പ്രോ മാക്സിന്റെ പ്രത്യേകതയാണ്. നാച്ചുറൽ ലൈറ്റിൽ എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് പരിശോധിക്കാം. പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറർ ആയും ഷാർപ്പ് ആയും എടുക്കുവാൻ സാധിക്കും. ഇത് നോക്കാം. സ്ക്രീനിൻ്റെ മുകളിലെ ആരോ മാർക്ക് ഒന്ന് തൊടുക. അപ്പോഴേക്കും ക്ലിക്ക് ബട്ടന്റെ സമീപത്ത് ഏതാനും ഇനങ്ങൾ വന്നതായി കാണാം. F എന്ന ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനാകും. എങ്ങനെയെന്ന് നോക്കാം. ഇത് വലത്തോട്ട് ഇതുപോലെ സാവകാശം നീക്കുമ്പോൾ F 1.4ൽ എത്തും. അപ്പോഴേക്കും ഇമേജിൻ്റെ പിൻഭാഗം പൂർണ്ണമായും ബ്ലററായി കാണും. ഇത് സൂപ്പർ സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ അത് നേരെ F16ലേക്ക് മാറ്റിയാൽ ബാക്ക്ഗ്രൗണ്ട് ഷാർപ്പായി കിട്ടുന്നതും കാണാം. ഇത് വളരെ പ്രത്യേകതയാണ്.
ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ എടുത്ത മറ്റൊരു ഫോട്ടോ കൂടി കാണുക. പോർട്രേറ്റ് എത്ര ഭംഗിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് സ്റ്റുഡിയോ ലൈറ്റാണ്. ഇതുപോലെ തന്നെ എഫിൽ തൊടുക. ഇതിലെ മാറ്റം വരുന്നത് കാണാം. F16 ഫോട്ടോ എടുത്താൽ പിൻഭാഗം ഷാർപ്പായി കിട്ടും. അടുത്തത് കൗണ്ടർ ലൈറ്റ്. ഇതും ഫോട്ടോഗ്രാഫറുടെ മനം പോലെ ഫോട്ടോ എടുക്കാവുന്നതാണ്. അടുത്തത് സ്റ്റേജ് ലൈറ്റ്. ഇത് സൂപ്പറാണ്, കാണാം. ഇതും F1.4 മുതൽ F16 വരെ മാറ്റാവുന്നതാണ്. ഇതിൽ ഒപ്റ്റിക്കൽ സൂമും ഡിജിറ്റൽ സൂമും ഉണ്ട്. F1.4 ഫോട്ടോ എടുത്താൽ ഒന്ന് ഞെട്ടിപ്പോകും. അതാണ് ഫോട്ടോയുടെ ഡെപ്തും ഫോക്കൽ ലെങ്ത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രത്യേകതയും കാണാം. ഞാൻ ഫോട്ടോ എടുത്തു. ഇതുപോലെ എടുത്ത മറ്റൊരു ഫോട്ടോ കൂടി കാണാം. അത് അത്ഭുതം തന്നെ. ഫോട്ടോയുടെ പിൻഭാഗം പൂർണ്ണമായും ബ്ലാക്ക് ആവുന്നു. ചിത്രം ഷാർപ്പും. അടുത്തത് സ്റ്റേജ് ലൈറ്റ് മോണോ. അതും അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ, പിൻഭാഗം ബ്ലാക്ക് കളർ. ഇതുപോലെ എടുത്ത മറ്റൊരു ഫോട്ടോയും കാണുക. ഒടുവിലത്തെ ഹൈ കീ ലൈറ്റ് മോണോ. ഇതും അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നു. എടുത്ത ഫോട്ടോ ഇങ്ങനെയാണ്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റിൽ ലഭിക്കുന്നു. ഇതുപോലെ എടുത്ത മറ്റൊരു ഫോട്ടോയും കാണുക. ഇതാണ് 11 Pro Maxലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ തന്നെ മറ്റ് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും കാണാം. ടൈമർ 3 സെക്കൻഡിലും 10 സെക്കൻഡിലും ഫോട്ടോ എടുക്കാം. ഇവിടെ കാണുന്ന 3 ചക്രങ്ങൾ ഫോട്ടോഗ്രാഫിയുടെ വിവിധ നിറങ്ങൾ ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നിറത്തിൽ ഫോട്ടോ എടുക്കാവുന്നതാണ്. വീഡിയോ. അടുത്തത് വീഡിയോഗ്രാഫിയാണ്. 4K ആയി വീഡിയോ എടുക്കാവുന്ന പുതിയ സംവിധാനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HD, 4K എന്നിങ്ങനെ വീഡിയോഗ്രാഫി ചെയ്യാവുന്നതാണ്. ഫോണിൻ്റെ മുകളിലത്തെ കറുപ്പിൽ ഇത് കാണാൻ സാധിക്കും. ഇവിടെ HD എന്ന് കാണുന്നത് തൊട്ടാൽ 4Kയിലേക്ക് മാറും. 4K തൊട്ടാൽ അത് വീണ്ടും HDയിലേക്ക് പോകും. അതും 24 ഫ്രെയിം, 30 ഫ്രെയിം, 60 ഫ്രെയിം എന്നീ ഫ്രെയിമുകളിൽ വീഡിയോഗ്രാഫി ചിത്രീകരിക്കുവാൻ സാധിക്കും. കൂടാതെ പതിവ് പോലെയുള്ള പനോരമ ഫോട്ടോ, ടൈം ലാപ്സ്, സ്ലോ മോഷൻ വളരെ സുന്ദരമാണ്. സ്ലോ മോഷൻ ചിത്രം പ്രത്യേകം എടുത്തത്. ഇത് 120 ഫ്രെയിമിലും 240 ഫ്രെയിമിലും വീഡിയോ ചിത്രീകരിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ട വീഡിയോ 240 ഫ്രെയിമിൽ എടുത്തതാണ്. സെൽഫി. എല്ലാ ക്യാമറയിലും സെൽഫി ഫോട്ടോഗ്രാഫി ഉണ്ട്. ഇതിൻ്റെ സെൽഫി ലെൻസുകളും 12 മെഗാ പിക്സൽസ് തന്നെയാണ്. ഇതിൽ സെൽഫി അല്ല, സ്ലോഫി എന്നാണ് കമ്പനി പറയുന്നത്. കാരണം സെൽഫിയിൽ സ്ലോ മോഷൻ വീഡിയോ ചിത്രീകരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് സ്ലോഫി എന്ന് കമ്പനി പറയുന്നു. പിന്നെ നൈറ്റ് മോഡ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. രാത്രിയിൽ കണ്ണു തുറക്കും. വേണമെങ്കിൽ ഓഫാക്കി വെക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. രാത്രി സമയത്ത് എടുത്ത ഫോട്ടോ എന്തൊരു സൗകര്യമാണല്ലേ. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കണമെങ്കിൽ ബട്ടൺ അമർത്തിപ്പിടിച്ചാൽ മതി. വീഡിയോ ചിത്രീകരിക്കും. കൈവിടുന്നതോടെ ഓഫാവും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് മെല്ലെ വലതുവശത്ത് കാണുന്ന ആ ചക്രത്തിൽ ഇതുപോലെ വലിച്ചിടാൻ പറ്റും. ആവശ്യം കഴിഞ്ഞ് തിരികെ ഇതേപോലെ മാറ്റാം. എന്തൊരു സൗകര്യമാണല്ലേ. ഈ ഫോൺ ഒരു ഫേസ് ഡിറ്റക്ഷൻ മുഖാന്തരം അൺലോക്കായി മാറും. അതും ഒരു പ്രത്യേകതയാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ. നിരവധി ഫോട്ടോകൾ ഒരുമിച്ചെടുക്കാവുന്ന കണ്ടിന്യൂസ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിനായി ഈ ബട്ടൺ ഇതുപോലെ താഴോട്ട് വലിച്ചാൽ മതി. ഫോട്ടോകളുടെ എണ്ണവും കാണാം. ആപ്പിളിൻ്റെ A3 ബയോണിക് ചിപ്പ് ആണ് ഇതിൽ വരുന്നത്. ഫോണിലെ എല്ലാ വിവരങ്ങളും ചിത്രങ്ങളും iCloudൽ സൂക്ഷിക്കപ്പെടുന്നുവെന്നതാണ് ആപ്പിളിൻ്റെ ഏറെ പ്രത്യേകത. 5 GB കപ്പാസിറ്റി വരെ കമ്പനി ഫ്രീ ആയി നൽകുന്നു. എന്നെപ്പോലുള്ള ഫോട്ടോഗ്രാഫർമാർക്കും പത്രപ്രവർത്തകർക്കും ചാനലിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് ഗുണകരമായിരിക്കും. ഒരേ സമയം ഒന്നിൽ കൂടുതൽ എയർപോഡുകൾ കണക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വലിയ പ്രത്യേകതയാണ് അരമണിക്കൂറോളം 4 അടി ആഴത്തിൽ ഫോൺ വീണ് കിടന്നാൽ യാതൊരു കേടും സംഭവിക്കുകയില്ലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന് മുന്നേയുള്ള ആപ്പിൾ ഫോണുകളെ അപേക്ഷിച്ച് 5 മണിക്കൂർ അധിക സമയം ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നു. ശരിക്കും ഒരു DSLR മിറർലെസ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പോലെ